വിശാലമായ മരുഭൂമി, എവിടെയും ഒരു തണലില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചുപോയി. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരല്പസമയം വിശ്രമിക്കാൻ അനുവദിക്കുക? നോക്കിയപ്പോൾ ഒരു നീണ്ട പാറ ഇങ്ങനെ നിൽക്കുന്നു. അസ്സഖറത്തു ത്വവീല എന്ന് ഇബ്നു ഹിശാം രേഖപ്പെടുത്തുന്നു. അതിന്റെ അടിയിൽ വിരിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നു കുറച്ചു നേരം. ഇന്നു ചെന്നാലും അപ്പാറ എവിടെയുണ്ട്. അതിന്റെ അഗ്രഭാഗം കുറച്ച് പൊട്ടിപ്പോയി എന്നേ ഉള്ളൂ. അവിടെ പെയിന്റ് അടിച്ചിട്ടില്ല, സിമന്റ് ചെയ്തിട്ടില്ല, ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. കാറ്റടിച്ചുകൊണ്ട് മണല് മാറിയെങ്കിലേ ഉള്ളൂ. ആ പാറ നമ്മളോട് സംസാരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബവാഇന്റെ അടുത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ യാത്രക്കിടയിൽ വേജാറായി പോയി. അങ്ങനെ ഞങ്ങൾ കിതാബുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോഴും വേജാറായിരുന്നു എന്ന് മനസ്സിലായത്. എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്നൊരു പരിഭ്രമം വന്നുപോയ സ്ഥലം. ഇന്ന് നമ്മൾ ചെന്നാലും തഹയ്യുറായി പോവും, ഇതെന്തൊരു വഴിയാണ്. കാരണം ആയിരക്കണക്കിന് മലകൾക്കിടയിലൂടെ നീണ്ടുപരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെയല്ലേ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഇന്നും പരിഭ്രമിച്ചു പോവും, ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വഹാബി വാപ്പയെപ്പോലും സമ്മതം വിട്ടിട്ട് കൂടെ ചെന്ന് വഴി കാണിച്ചു കൊടുത്ത സ്ഥലം, അവിടുത്തെ നെറ്റി ചേർത്ത് വെച്ച സ്ഥലങ്ങൾ ആ മരുഭൂമിയിലുണ്ട്. ഞങ്ങൾ യാത്രക്കിടയിൽ മറ്റൊരു സ്ഥലത്ത് എത്തി. എവിടെയാണ്? മദീനയിലെ വാദി ഫറഇലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സൈനിക നീക്കം എന്ന് പറയുന്ന അബവാ സൈനിക നീക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈലൂലത്തുറങ്ങാൻ കിടന്ന, ഉച്ചയ്ക്ക് മുമ്പൊരൊന്ന് മയങ്ങാൻ കിടന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു മലയുടെ ടോപ്പിലാണ്. ചുറ്റും മാനം മുട്ടുന്ന മലകളാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്ര ഒരു വലിയ സ്ട്രാറ്റജിക്കായിട്ടുള്ള പോയിന്റിൽ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയതെന്ന്. അവിടെയും ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. അവിടെ ആരോ സന്ദർശകരിട്ട 2 മുസല്ലയുണ്ടെന്നേ ഉള്ളൂ. അവിടെ പിൽക്കാലത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വരികയും കുപ്പായം അഴിച്ചു കിടക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മകനും പിൽക്കാലത്ത് അവിടെ വന്നപ്പോൾ മേൽമുണ്ട് മാറ്റിയിട്ടവിടെ കിടന്നു. ഇന്നും പച്ചയായി ആ സ്ഥലം അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ താഴ്വാരത്തേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ച സ്ഥലമുണ്ട്. ജബൽ അഖ്മ എന്ന പർവ്വതത്തിന്റെ താഴെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം. ആ മസ്ജിദുൽ ബുറൂദ് എന്നാണ് ആ പള്ളിക്ക് പറയുന്നത്. അവിടെ പള്ളിയിലെ സ്ഥലം കല്ലുവെച്ചടയാളപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മസാജിദുല്ലത്തി സ്വല്ലാ ഫീഹാ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഇമാം സുംഹൂദിയിൽ നിന്ന് ഉദ്ധരിച്ച് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ്. ഇത്രമേൽ തെളിച്ചമുള്ളൊരു നബിയെ കിട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ നമുക്ക് നേരമുണ്ടോ? തുടരാൻ നമുക്ക് വിചാരമുണ്ടോ?
ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് നേരം വെളുത്താരും തീരൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി തൊട്ട് കിടന്ന സ്ഥലങ്ങൾ എത്രയാണ്, അവിടുന്ന് നോക്കിയ സ്ഥലങ്ങൾ എത്രയാണ്. ജിസ് തറഫ് ഉഡ് ഗയി ദമുമെ ദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. ഒന്ന് നോക്കിയാൽ മതിയല്ലോ പുണ്യം ലഭിക്കാൻ. ആ നോട്ടത്തിന്റെ ഉടമ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ജീവിതം പച്ചയായി തന്നെ നമുക്ക് കാണാം. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരാണ്? അതാ അസ്ദഖു തഹ്ത അദീമിസ് സമാ, ആകാശമാകുന്ന മേലാപ്പിന് കീഴിലുള്ള ഏറ്റവും വലിയ സത്യവാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹാബിയല്ലേ. ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തംശി വഹദക്, നിങ്ങൾ ഒറ്റക്കല്ലേ നടന്നു വന്നത്. തമൂതു വഹദക്, നിങ്ങൾ ഒറ്റക്ക് തന്നെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മരണപ്പെടും. വതുബഅതു വഹദക ഇൻഷാ അല്ലാഹ്, നിങ്ങൾ നാളെ ഒറ്റപ്പെട്ടു തന്നെ നിയോഗിക്കപ്പെടും. ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ് അറിയുമോ? റബ്ദ എന്ന് പറയുന്ന മരുഭൂമിയിലാണ്. ഇന്നും 40 കിലോമീറ്റർ വെറും ഡെസേർട്ടിൽ പോകണം. ഒരു വണ്ടി പോയ അടയാളം പോലും കാണൂല. മണൽപ്പരപ്പാണ്. 4 വീല് വണ്ടി വേണം, അല്ലാതെ സഞ്ചരിക്കാനാവൂല. റോഡ് വെട്ടിയിട്ടില്ല. മദീനയിൽ നിന്ന് 200ഓളം കിലോമീറ്റർ ദൂരെയാണ്. 40 കിലോമീറ്ററോളം ഡെസേർട്ടിൽ പൂഴിമണ്ണിൽ പോകണം. ഞങ്ങൾ അവിടെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ 4 സ്ഥലത്തും കടല് പോലെ മരുഭൂമിയാണ്. ഞങ്ങൾ പോയ വണ്ടി പാകമായ വണ്ടിയായിരുന്നില്ല. അവിടെ പൂഴ്ന്നുപോയി. ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ ആളില്ല. യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് വിളിക്കേണ്ട സ്ഥലാണ്. ഏതായാലും ഞങ്ങൾ അതിനു മുമ്പ് കയറിയ ഒരു പമ്പിൽ നിന്ന് ഒരു മലയാളിയെ പരിചയപ്പെട്ട് അയാളുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അയാള് 4 വീല് വണ്ടിയും കൊണ്ടുവന്ന് ഞങ്ങളെ അവിടെ നിന്ന് കയറ്റിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് മഹാനായ അബൂദർ അൽ ഗിഫാരി തങ്ങളെ സിയാറത്ത് ചെയ്തത്. അതിന്ന് ത്വയ്ബ യൂണിവേഴ്സിറ്റിയുടെ സംരക്ഷണയിൽ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്ന ചരിത്ര സ്ഥലമായി എവിടെയുണ്ട്. പക്ഷേ അവിടെ എത്താൻ ഇന്നും 40 കിലോമീറ്ററിലേറെ കറക്റ്റ് ഡെസേർട്ടിൽ യാത്ര ചെയ്തു പോകണം കേട്ടോ. അവിടുന്ന് കുറെ ഇങ്ങ് വന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അണക്കെട്ട് കാണാം. സദ് മുആവിയ അക്കാലത്തുണ്ടാക്കിയ അണക്കെട്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഏത് കാലത്താണ് കൃഷിക്ക് വേണ്ടി അണക്കെട്ടുണ്ടാക്കിയത്? മുല്ലപ്പെരിയാർ തീരുമാനമാകുന്നതിന് മുമ്പല്ല, ആയതിനു ശേഷമല്ല. 1000 കൊല്ലത്തിന് മുമ്പ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അണക്കെട്ടുണ്ടാക്കാനുള്ള ബോധം കിട്ടിയത് മദീനത്തെ പള്ളിയിലാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് തുടങ്ങി വെച്ച വിഷയം വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഇതുപോലെ രേഖപ്പെട്ട് കിടക്കുകയാണ്. എല്ലായിടത്തും നമുക്ക് പോയി കാണാം. ഒരു കഥാപാത്രമല്ല. ഇവിടെ ആയിരുന്നേ എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന എത്രയോ സ്ഥലങ്ങൾ.